ഹലോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. 1/2 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 സ്റ്റാർ പൂവ്, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ചെറിയ പട്ട, 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ഗ്ലാസ് വെള്ളം, സ്വല്പം ഉപ്പും ചേർത്ത് ഒരു 10 വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അതിനായിട്ട് 2 കൂടി വെളുത്തുള്ളിയും ഒരു 2.5 ഇഞ്ചിയാണ് നമ്മൾ ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നത്. അടുത്ത് പച്ച മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3/4 പിടിയോളം മല്ലിയിലയും പുതിനയിലയും ഒരു 9 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക. ഇത് അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളകായിരുന്നു ഞങ്ങൾ അരച്ചത്. അടുത്തതൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 100 ml സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂടായതിന് ശേഷം 4 ഏലക്കയും 1 സ്റ്റാർ പൂവും, 4 ഗ്രാമ്പൂവും, ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ഒരു 3 പീസ് പട്ടയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 2.5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂക്കണം. ഇത് മൂത്ത് വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സവാള നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അടുത്തതായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ചേർത്തത്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളൊരു തക്കാളി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് നമ്മളിങ്ങനെ പേസ്റ്റാക്കി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ജീരകശാല റൈസാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതൊരു 20 മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അത് മറക്കാതെ ചെയ്യണം. കുതിർത്ത് വെച്ചാലേ നമ്മൾ ദമ്മിടുമ്പോൾ നല്ലപോലെ റൈസ് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി. ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പച്ചമസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ മല്ലിയില, പുതിനയില, പച്ചമുളകും കൂടി അരച്ച് വെച്ചില്ലേ, ആ ഒരു പച്ച മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട്. എന്നാൽ ഇത് നല്ലപോലെ വെന്ത് ഉടയത്തുള്ളൂ. അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പച്ചമസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലപോലെ മൂത്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുകയാണ്. ഈ തക്കാളി അതിലേക്ക് നല്ലപോലെ വെന്തുടയണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, ഇല്ലെങ്കിൽ പച്ചമസാല അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നല്ലപോലെ വെന്തുടഞ്ഞതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു പച്ചമണവും കൂടി നല്ലപോലെ മാറുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ബീഫിൽ സ്വല്പം ഉപ്പാണ് ചേർത്തത്. ഇപ്പോഴാണ് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ആ സമയത്ത് നമ്മൾക്ക് വേവിക്കാൻ വെച്ച ബീഫ് നോക്കാം. ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 10 വിസിലാണ് നമ്മൾ അടുപ്പിച്ചത്. ഇത് നമുക്ക് ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബീഫും ആ ഒരു ഗ്രേവിയും കൂടി നല്ലപോലെ വെന്ത് വരണം. ആ ഒരു അരപ്പ് ഫുള്ള് ആ ഒരു ബീഫിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. ഇതേപോലെ എണ്ണയൊക്കെ വിട്ടുമാറി നല്ലപോലെ വന്നതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മളുടെ തൈരാണ്. ഒരു 200 ml തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് പുളിയുള്ള തൈരൊന്നുമല്ല. നമ്മളൊരു 30 സെക്കൻഡോളം ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതും കൂടെ ചേരുമ്പോൾ ആ ഗ്രേവിയിൽ നിന്ന് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് വരുന്നത്. നല്ല ആ ഒരു മണം വരുന്നത് വരെ ഒരു 30 സെക്കൻഡോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ആ ഗ്രേവി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇനി അരി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2.25 ഗ്ലാസ് അരിയാണ് എടുത്തത്. നമ്മളൊരു 5.5 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് ചേർക്കുക. ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരണം. വെട്ടി തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 20 മിനിറ്റ് കുതിർക്കാൻ വെച്ച ജീരകശാല റൈസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
ഈ സമയത്ത് നമ്മൾ സ്വല്പം ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം അരിയിലും കൂടെ ഈ ഉപ്പ് പിടിക്കണം. അപ്പോൾ വെള്ളത്തിനെക്കാട്ടി കുറച്ചൊന്ന് മുന്തി നിൽക്കണം ഉപ്പ്. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ അടുത്തതായിട്ട് അരിയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ 20 മിനിറ്റ് കുതിർക്കാൻ വെച്ച ജീരകശാല റൈസ്. നിങ്ങൾ അരിയുടെയും വെള്ളത്തിൻ്റെയും കണക്ക് മറക്കരുത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളം വറ്റി ആ വെള്ളവും അരിയും കൂടെ ഒരു ഈക്വൽ റേഷ്യോയിലാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 3 മിനിറ്റോളം തിളപ്പിക്കുമ്പോൾ അതങ്ങനെ ആകും. നമ്മൾ അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. ഇപ്പോൾ അത് ഈക്വൽ റേഷ്യോയിൽ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ദമ്മിടാം. മൊത്തത്തിലൊരു 15 മിനിറ്റാണ് നമ്മൾ ദമ്മിട്ട് കുക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് ആ പാൻ നല്ലപോലെ ചൂടാവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നീട് സ്ലോ കുക്ക് ചെയ്തെടുക്കുക 15 മിനിറ്റ്. ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് വെയിറ്റും കൂടി വെച്ച് കൊടുക്കണം. നമ്മൾ ദമ്മിടുമ്പോൾ നമ്മൾ ആ ഒരു വലിയൊരു കുക്കർ നിറച്ച് വെള്ളം വെയിറ്റ് എടുത്തിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ആവി വന്നു. അപ്പം നമ്മൾ അടപ്പ് തുറന്ന് നോക്കി. ഇപ്പം നമ്മുടെ അരിയും എല്ലാം വെന്ത് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്രാഗ്രൻസ് ആയിരുന്നു നമ്മൾ തുറന്നപ്പോൾ തന്നെ. അത്രയ്ക്ക് അടിപൊളി മണമാണ്. അതേപോലെ തന്നെയായിരുന്നു ടേസ്റ്റും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബിരിയാണിയാണിത്. നമ്മുടെ ചോറും ബീഫും എല്ലാം മൊത്തത്തിൽ നല്ലപോലെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് അഡീഷണലായിട്ട് കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഗീയെ. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബിരിയാണി പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കുഞ്ഞാവ് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. പുള്ളിക്കാരൻ അടുത്ത് എന്ത് കുരുത്തക്കേട് ഒപ്പിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കസേരയിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. 2 ബിസ്ക്കറ്റൊക്കെ പിടിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. പുള്ളിക്കാരൻ നല്ല ചിരിയൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ആ ചിരി അങ്ങ് സ്വീകരിച്ചേക്കണേ. നമ്മൾ അടുത്തതായിട്ട് ഇവനുമായിട്ട് കളിച്ചതിന് ശേഷം ബിരിയാണിയൊക്കെ കഴിക്കാനെടുത്തു. സാലഡും സവാളയും ഉപ്പും കുരുമുളകും മിക്സ് ചെയ്ത് നമ്മൾ ചേർത്ത് നമ്മൾ കളിച്ചു. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ.